ഹായ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമായിരിക്കുന്നു. നമ്മൾ 3 മോംസ് പരിപാടിയുടെ ഒരു വീഡിയോ ആണ്. ഇന്ന് അസ്മത്താത്തിൻ്റെ വീട്ടിലായിരുന്നു. എന്നപാട് ചോക്ലേറ്റും വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നല്ല ബീഫ് ബിരിയാണി, ചിക്കൻ മന്തിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രൂട്ട്സും പിന്നെ കുൽഫിയും ഒക്കെ ഉണ്ടായിരുന്നു. കുൽഫിയും സ്റ്റിക്കൊക്കെ കണ്ടാൽ പിന്നെ മക്കൾ അതിൻ്റെ മേലെ മക്കളല്ല വലിയവരും എല്ലാവരും ഓടിപ്പോയി കുൽഫി എടുത്ത്. കാരണം പിന്നെ 2-3 കഴിച്ചവരുണ്ട് കേട്ടോ. ഞാൻ 2 കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുൽഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇളനീൻ്റെ അതിനെക്കൊണ്ട് അങ്ങനെ എല്ലാവരും പിന്നെ എടുത്ത് കൊണ്ടുപോയി കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു വീട്ടുകാരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ കഴിച്ച് കഴിഞ്ഞ ശേഷം ഇതാണ് അസ്മത്താത്ത. അപ്പോൾ ഓരോ മക്കളും മരുമക്കളൊക്കെ ആണിത്. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ്. പിന്നെ ആദ്യം ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അത് കഴിഞ്ഞാൽ നമുക്ക് കളി തുടങ്ങിയാൽ പിന്നെ എല്ലാവരും അതിലേക്ക് നിൽക്കും. പിന്നെ ഫുഡൊക്കെ ലേറ്റാവും. അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് റാഹത്തായിട്ട് നമുക്ക് 3 ഗെയിം ഉണ്ടാവും. എല്ലായിടത്തും പോലെ തന്നെ ഇവിടെയും 3 ഗെയിം ഉണ്ടായിരുന്നു. ഒരു ബമ്പർ പ്രൈസും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി കൂടുമ്പോൾ എല്ലാവരും പാര വെക്കും. അതങ്ങനെ ഓരോരുത്തർ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും കുപ്പിൻ്റെ മേലേക്ക് റിങ്ങിട്ടൊക്കെയാണ്. അതിൽ വിന്നറായവരുണ്ട്. ഏതായാലും ഒരു ഗെയിമിൽ വിന്നർ 2 ആളെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഫസ്റ്റും സെക്കൻഡുമാണ് കൊടുക്കൽ. അങ്ങനെ എല്ലാവരും നമ്മൾ പ്രായമൊന്നും നോക്കില്ല, എല്ലാവരും ഗെയിമിന് പങ്കെടുക്കാറുണ്ട്. എല്ലാവർക്കും ഗെയിമൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു ഹരമാണ്. കുറേ പാരവെപ്പ് ഉണ്ടാവും. അപ്പോൾ റിങ്ങിട്ടോർക്ക് ഭയങ്കര ഇതവളാണ് അതിൻ്റെ പാരൻ്റെ ഉസ്താദ്. കാരണം ഓളെല്ലാവരും റിങ്ങിട്ടോരൊക്കെ അടിച്ച് പണിയാക്കും. അതാ കണ്ടോ പിടിച്ചു നിന്നത്. അവൾക്കൊരു ഭയങ്കര ഹരമാണ് ഈ ഗെയിം കളിക്കുക കാണുമ്പോൾ. അങ്ങനെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശക്കാക്കി ഈ ഗെയിമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ടൈമാവും. ഇത്രയും ആൾക്കാരില്ലേ, എല്ലാവരും ഗെയിം കളിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒക്കെ ഒന്ന് ഷോർട്ടാക്കി ഇടണമെന്നുള്ളൂ. അങ്ങനെ നമ്മളെ സെക്കീന്താത്ത ഇടാൻ പോകുന്നുണ്ട്. ഞാനും ഇടുന്നുണ്ട്, കിട്ടുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ അസ്മത്താത്തൻ്റെ മരുമക്കളൊക്കെ ഇട്ട് പിന്നെ അത് അസ്മത്താത്ത ഒന്ന് ഇട്ട് നോക്കുകയാണ്. അങ്ങനെ ഞാൻ വലിയ സ്റ്റൈലൊക്കെ ആക്കി നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയില്ല. നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. നമ്മളിങ്ങനെ കിട്ടാനിങ്ങനെ ഭയങ്കര, അല്ലെങ്കിൽ ഗെയിം ആകുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതാണ്. ആർക്ക് കിട്ടണമെന്നല്ല, ആർക്ക് കിട്ടിയാലും ഭയങ്കര സന്തോഷമാണ്. പിന്നെ അങ്ങനെ ഷെർലിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ അടുത്തത് ഗ്ലാസ് ഇങ്ങനെ അട്ടിക്ക് വെക്കുക. ഒരു ഗ്ലാസ്സിൽ കളർ ചെയ്യല്ലോ അടിയിൽ, എന്നിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുക. വീണുമ്പോഴൊക്കെ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സ്പീഡിലൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്പീഡ് ചെയ്താലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഗെയിം കളിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാനൊക്കെ അതാ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കിട്ടിയിട്ടില്ല, പ്രൈസൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അടിപൊളിയായിട്ടൊക്കെ ചെയ്ത് ഗെയിമിൽ പങ്കെടുക്കാമെന്നാണല്ലോ, പ്രൈസ് കിട്ടണമല്ലോ. നമുക്ക് ഇഷ്ടമാണല്ലോ ഗെയിമിൽ പങ്കെടുക്കുന്നത്. എന്നൊക്കെ സംബന്ധിച്ച് അത്ര തന്നെ ഉള്ളൂ. അത് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും അങ്ങനെ തന്നെ പറയൽ. നമുക്ക് ഗെയിം കളിക്കുക, പക്ഷേ കിട്ടുന്നതായിരിക്കാണ് അതിൽ ഭാഗ്യമുള്ളവർ കിട്ടും. റസീനക്കാണ് ഇതിൽ ഫസ്റ്റ് കിട്ടിയത്. ഇത് പിന്നെ വേറൊരു ഗെയിമാണ്. ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ വലിയ കാര്യത്തിൽ നോക്കിയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു ഇത്. ഏഴത്തി അനിയത്തികൾ വരെ വിടൂല. കാരണം എല്ലാവർക്കും ഗെയിമിൻ്റെ ഇൻട്രസ്റ്റ് കൂടിയിട്ട് അതിൻ്റെ ഇടയിൽ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ടതും കുൽഫിയൊക്കെ കണ്ടാലും മക്കളൊക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക. ഞാനത് പറയും. അതൊക്കെ എല്ലാവരും വൈറ്റ് ബനിയനൊക്കെ ബീറ്റ്റൂട്ടൊക്കെ കഴിച്ചിട്ട് റെഡ് ബനിയനൊക്കെ കഴിക്കുന്നു. അങ്ങനെ മക്കൾക്കും നമ്മൾ പിന്നെ ഇത് ഗെയിം വെച്ചിരുന്നു. അതേപോലെ ഇത് ഫൈനലായിരുന്നു. ഇത് പിന്നെ 3 ആൾക്കാരാണ്. ഇതിൽ ഫെറിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അങ്ങനെ നല്ല മെമ്മറിയാണെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു മെമ്മറിയും ഇല്ല. എനിക്കിതിലും കിട്ടിയില്ല. ഞാൻ പിന്നെ അതേ ഗെയിമിൽ എനിക്ക് അങ്ങനെ കിട്ടാറില്ല. ഇവൾ വാശി പിടിച്ചു. ഇവൾ ഫസ്റ്റ് ഇതിൽ ഇവക്കായിരുന്നു ഫസ്റ്റ്. ഇവൾ പെട്ടെന്ന് ചെയ്തിരുന്നു. പക്ഷേ പിന്നെ ആൾക്കാർ വെച്ചപ്പോൾ അതങ്ങോട്ട് ശരിയായില്ല. 3 ആൾ വന്നപ്പോൾ പിന്നെ അവൾക്ക് ഫസ്റ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ 2ാമത് 4 ആളെ പേര് വെച്ചിട്ട് ചെയ്തതായിരുന്നു. അതിൽ ഫെറിക്ക് ഫസ്റ്റ് കിട്ടി, സെക്കൻഡായി അവൾക്ക്.
എന്നിട്ട് പറയുന്നുണ്ട് സെക്കൻഡ് എങ്കിൽ എനിക്ക് കിട്ടിയല്ലോ പറഞ്ഞിട്ട് ഭയങ്കര ഓളെ എല്ലാവരും പറഞ്ഞു എൻ്റെ ഫസ്റ്റ് പൂക്കം നമ്മളിന്ന്. ഫെറീനെ പറഞ്ഞു നല്ല ശ്രദ്ധിച്ച് വെച്ചോ, അങ്ങനെ ഫെറി നല്ല വേഗം വെച്ചോ. ഓക്കാണ് ഫസ്റ്റായിട്ട് കിട്ടിയത്. അതാ കാരണം എനിക്ക് സെക്കൻഡ് കിട്ടി പറഞ്ഞിട്ട് എടുത്തി അനിയത്തിയാണ്. പിന്നെ ഓളെ മോനാണ്, അത് അതിനെക്കാട്ടിയും പാലൊക്കെ ഓനൊന്ന് വെച്ചപ്പോൾ കുപ്പിയിൽ വികാത്തതിന് തർക്കം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പറയണം ഉമ്മൻ്റെ മാതിരിയാണ് മോന് പറഞ്ഞിട്ട്. അങ്ങനെ മക്കൾക്കൊരു ഗെയിം വെച്ച് കൊടുത്തതാണ്. പാവല്ല, മക്കൾക്കും ഉണ്ടാവില്ല ഇൻട്രസ്റ്റ്. അതിൻ്റെ പ്രൈസ് അവരാണ് കൊടുത്തത്. നമ്മൾ 3 പ്രൈസ് വാങ്ങും, പിന്നെ അവർ അതിൻ്റേത്. പിന്നെ ഞാൻ ഇതൊക്കെ പരിപാടിയൊക്കെ കളറാക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രൈസ് തന്നിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഒരാൺകുട്ടികൾക്ക് അവരൊക്കെ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര രസമായിട്ട് ഒരു പോകുന്നതിനെ കൊണ്ട് അതേപോലെ പെട്ടെന്ന് പരിപാടി വെച്ച്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഞാൻ ബാംഗ്ലൂരിൽ മുകളിലെടുത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ആ 31ലേക്ക് ആ പരിപാടി നീണ്ടുപോയത്. അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞ്, നല്ല റാഹത്തിൽ തന്നെ. അപ്പോൾ മക്കൾക്ക് പിന്നെ വെക്കേഷനായി, ശനിയാഴ്ച അല്ലേ, വെക്കേഷനല്ലല്ലോ, ശനിയാഴ്ച അല്ലേ. അപ്പോൾ എല്ലാവർക്കും കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അതിൽ കുറേ ആൾക്കാർ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഉള്ളവരെ കൊണ്ട് കുട്ടികളെ കൊണ്ട് ഒന്ന് കളിപ്പിച്ചതെന്നുള്ളൂ. മക്കൾ പറഞ്ഞു കൊടുക്കുകയാണ് ഏട്ടൻ അനിയനിക്ക് കിട്ടട്ടെ വെച്ച്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത പരിപാടി ബമ്പർ പ്രൈസാണ്. അങ്ങനെ പുതിയ ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുകയാണ്. അത് ബുഷറൻ്റെ മരുമോളാണ്. അപ്പോൾ നമ്മൾ ഉമ്മൈബാനുവിനാണ് കിട്ടിയത്. ഇപ്പം ഞാൻ പറയാണ് ഉമ്മൈബാനില്ല, ബാനുവിന് പ്രൈസ് കൊടുക്കൂലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നല്ല ചായയും പിന്നെ കനങ്ങളൊക്കെ നെയ്യപ്പൊക്കെ നല്ല സൂപ്പർ എല്ലാം, ചട്ടിപ്പത്തിരിയും സമൂസയും പിന്നെ ഇറാനിപ്പോളി എല്ലാം ഉണ്ടായിരുന്നു. ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനൊക്കെ പിന്നെ എല്ലാവർക്കും പോകുന്ന തിക്കും തിരക്കാവും. അങ്ങനെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത്. പക്ഷെ നമുക്ക് എനിക്ക് പ്രൈസ് തരാം, ഞാൻ പരിപാടിക്ക് കളറാക്കിയതിന്. ഇതുവർക്ക് ഫസ്റ്റ് കിട്ടിയവർക്ക് ഇതാണ് ബമ്പർ പ്രൈസ്. അങ്ങനെ എല്ലാവരെ കൊണ്ട് കൊടുപ്പിച്ച് ഫോട്ടോകളൊക്കെ എടുപ്പിക്കുകയാണ്. ഓരോ മരുമക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഓരോ കൊണ്ടൊക്കെ ഒന്ന് കൊടുപ്പിക്കുക. ഓരോന്നും എപ്പോഴും എത്തലില്ല പരിപാടിക്ക്. സെക്കൻഡ് താത്തക്കൊക്കെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞിട്ടാണ്. അങ്ങനെ മോനാണ് ഇപ്പോൾ ഓരോ കുട്ടികൾക്കുള്ള പ്രൈസ്. മുഹബത്തിൻ കസർവാതിൽ തോറണ്ട് കാതലിമ്പം തോടി കൊട്ടും മംഗളരാവണൈന്ത് മംഗളരാവണൈന്ത് പൂത്ത മലരിലെ നേർത്ത പരിമളം കോർത്തു വந்தாൽ ചാമൈന്ത് പൂത്ത മലരിലെ നേർത്ത പരിമളം കോർത്തു വந்தாൽ ചാമൈന്ത് പൂരണത്തികവത്തൊരു പന്തലിൽ മാരൻ വந்தாണൈന്ത് മാരൻ വந்தாണൈന്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.